മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇഡിയുടെ ചോദ്യമുനയിലേക്ക്. ശശിധരൻ കർത്തയുടെ മൊഴികളിൽ വ്യക്തത വരുത്തി പിണറായി വിജയനെയും ചോദ്യം ചെയ്യും. എത്ര ഉന്നതനായാലും മുഖം നോക്കാതെ സമൻസുകൾ അയക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ഈ മാസപ്പടി കേസിൽ മകൾ വീണയ്ക്ക് പ്രതിരോധം തീർക്കുകയായിരുന്നു അച്ഛൻ കഴിഞ്ഞ ദിവസം പോലും. പക്ഷേ ഇഡി ചോദ്യമുനയിലേക്ക് സാക്ഷാൽ പിണറായി തന്നെ വരുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഉടൻ ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് രാഗി. ഗുഡ് മോർണിംഗ് ഗൗതം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കേസുകളിലും വലിയ തോതിൽ CPM പ്രതിരോധത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നതാണ് ഇനി എൻഫോഴ്സ്മെന്റിന്റെ തുടർ നടപടിയിൽ ഏറ്റവും പ്രധാനം. അതാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടം. കാരണം അതല്ലാതെ മറ്റ് വഴികളില്ല. പിണറായി വിജയനെ ചോദ്യം ചെയ്ത് മാത്രമാണ് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുക. പ്രത്യേകിച്ച് ശശിധരൻ കർത്തയുടെ മൊഴികൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. അതിൽ കൃത്യമായി തന്നെ ശശിധരൻ കർത്ത പറഞ്ഞിരിക്കുന്നത് താൻ ടി വീണയ്ക്ക് പണം കൈമാറിയിട്ടുള്ളത്, അതായത് നൽകാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കരാറുണ്ടാക്കി, കൃത്രിമമായ ഒരു കരാറുണ്ടാക്കി 2,78,00,000 രൂപ കൈമാറിയിരിക്കുന്നത് പിണറായി വിജയനെ മുന്നിൽ കണ്ട് മാത്രമാണ്. പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയെ മുന്നിൽ കണ്ടാണ്, ആ പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മൊഴി പറയുമ്പോൾ ഇനി മറുപടി ഇക്കാര്യത്തിൽ വ്യക്തമാക്കേണ്ടത് പിണറായി വിജയനാണ്. എന്തെല്ലാം തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങളാണ് ശശിധരൻ കർത്ത എന്ന വിവാദ വ്യവസായിക്ക് പിണറായി വിജയനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്, മുൻ മുഖ്യമന്ത്രിയിൽ നിന്ന്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ലഭിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ്. കാരണം ഈ കരാറെല്ലാം തന്നെ കൃത്യമായി നടന്നിരിക്കുന്നതും പണം കൈമാറ്റം നടന്നിരിക്കുന്നതും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. ഏറ്റവും അധികം ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമയത്ത് തന്നെയാണ്. മാത്രമല്ല നേരത്തെ ഉന്നത അന്വേഷണ സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ കേസിന്റെ ഇതുവരെയുള്ള പുരോഗതി വിലയിരുത്തിയിരുന്നു. കൊച്ചിയിലാണ് അവലോകന യോഗം ചേർന്നത്. ആ യോഗത്തിൽ കൊച്ചിയുടെ കൂടി ചുമതലയുള്ള ദക്ഷിണമേഖലാ മേധാവി നൽകിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എത്ര ഉന്നതനായാലും ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള മടിയും വേണ്ട, ഏതെങ്കിലും അമാന്തം കാണിക്കേണ്ട കാര്യമില്ല. എത്ര വലിയ ഉന്നതനാണെങ്കിലും വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകണം, സമൻസുകൾ അയക്കണം എന്നത് തന്നെയാണ്. മാത്രമല്ല പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ കൂടി അന്വേഷണ സംഘത്തിന്റെ ചർച്ചയിൽ അന്ന് പ്രധാനമായും വന്നിരുന്നു. അതിനും ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പിണറായി വിജയനെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ആളുകളെ എല്ലാം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അത് ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. ആദ്യം 2024 ഏപ്രിൽ മാസത്തിലാണ് വീട്ടിലെത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തിയത്. പിന്നീട് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എങ്കിൽ പോലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിക്കേണ്ട പല പ്രധാനപ്പെട്ട വിവരങ്ങളും അവർക്ക് ലഭിച്ചു കഴിയുകയും ചെയ്തു. പിന്നീട് ടി വീണയെ ചോദ്യം ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ ഇനി ചോദ്യമുനയിലേക്ക് എത്താനുള്ളത്, സമൻസ് നൽകി വിളിച്ചു വരുത്താനുള്ളത് പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയെ, നിലവിലെ പ്രതിപക്ഷ നേതാവിനെയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ സമൻസ് നൽകുക എന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഒരേ സമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്ത് വിവരശേഖരണം നടത്തുക. മാത്രമല്ല പിണറായി വിജയന്റെ ബന്ധത്തിലാണ് പണം നൽകിയത് എങ്കിൽ തിരികെ എന്തെല്ലാം അനധികൃതമായ വ്യക്തമാണ്. എന്തായാലും മാസപ്പടി കേസിൽ പിണറായി വിജയൻ കൂടി ചോദ്യമുനയിലേക്ക് വരുമ്പോ അത് വല്ലാത്തൊരു ചങ്കിടിപ്പാണ്. അതോടൊപ്പം തന്നെ ഗൗതം ഒന്ന് ആലോചിക്കണം. അതായത് ഏതെങ്കിലും ഒരു വീണയ്ക്ക് ഇങ്ങനെ ഇല്ലാത്ത സേവനത്തിൽ പണം നൽകേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയാണ് ഇഡിയും പറയുന്നത്. ഏതെങ്കിലും ഒരു വീണയ്ക്ക് നൽകില്ല, അത് പിണറായിയുടെ മകളായതുകൊണ്ട് തന്നെയാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പദവിയിലായിരുന്നു? അത് തന്നെയാണ്. അത് നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ കരുവന്നൂര്, ശബരിമല സ്വർണ്ണ കവർച്ച, ഈ പറയുന്ന മാസപ്പടി, അങ്ങനെ 10 വർഷം അധികാരത്തിൽ ഇരുന്ന വേളയിൽ ചെയ്തു കൂട്ടിയതിന്റെ ഒക്കെ ഇനിയും അനുഭവിക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ ഒക്കെ അപ്ഡേഷൻ വരും ബുള്ളറ്റിനുകൾ നോക്കാം.